ഹലോ, അസ്സലാമു അലൈക്കും. മക്കളെ, കുറേ ദിവസമായി ഞാൻ വീഡിയോസ് ഇട്ടിട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി തക്കാളി ചട്ടണി, ഒരു വെറൈറ്റി തക്കാളി ചട്ടണി ഉണ്ടാക്കാൻ നോക്കാം. ഇഡ്ഡലിക്കും ദോശക്കൊക്കെ പറ്റിയ തക്കാളി ചട്ടണി കേട്ടോ. അതിനൊരു പച്ചമുളക് ഉണക്കമുളക്, ഒരു സവാള, തക്കാളി, ഒരു അപ്പോൾ നിങ്ങളെ കയ്യിൽ ഉഴുന്ന് പരിപ്പുണ്ടെങ്കിൽ ഉഴുന്ന് പരിപ്പ് ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ഉഴുന്ന് പരിപ്പ് ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉഴുന്ന് പരിപ്പൊന്ന് വറുത്തെടുക്കാം. അതൊന്ന് മൂത്ത് വന്നാൽ നമുക്ക് അതിലേക്ക് കുറച്ച് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ്. ഇപ്പോൾ പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം തക്കാളി ഇതൊക്കെ ഉണ്ടാകുമല്ലോ നമ്മളെ വീട്ടിൽ. അപ്പോൾ 2-4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ആ ഉഴുന്നിൽ കിടന്നിട്ട് നന്നായിട്ട് ആ വെളിച്ചെണ്ണയും കിടന്നിട്ട് നല്ലതുപോലെ അത് മൂത്ത് വരണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള തക്കാളി ചട്നിയാണ് കേട്ടോ. പിന്നെ 2-3 ഉണക്കമുളക്, അത് എരിയില്ലാത്ത മുളകാണ് കേട്ടോ. കാശ്മീർ മുളകാണ്, അത് അധികം എരി ഉണ്ടാവില്ല. അതൊന്ന് വഴറ്റി വന്നാൽ നമുക്കതിലേക്ക് ഇതിട്ട് കൊടുക്കുക, ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ക്യാരറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ ചട്ടി ഉണ്ടാക്കി നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഉള്ളി, 2-3-4 സവാള. നിങ്ങൾക്ക് ഞങ്ങളിപ്പോൾ ഒരു 10 ആൾക്കുള്ള ഇതാണ് ഉണ്ടാക്കണം കേട്ടോ ചമ്മന്തി. അത് കാരണം അത്ര കൂടുതൽ ചമ്മന്തി ഉണ്ടാക്കുന്നത്. തക്കാളി ചട്നി അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് മൂടി വെക്കണം. എന്നിട്ട് നന്നായിട്ട് ക്യാരറ്റും ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴറ്റണം കേട്ടോ. നല്ല വാടി കിട്ടണം. അതുവരെ നമുക്ക് ചെറിയ തീയിലാക്കിയിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇഡ്ഡലി അവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അത് ഉള്ളി വാടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം കേട്ടോ. അപ്പോഴാണ് ഇത് നല്ലതുപോലെ വാടി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അപ്പോഴത്തേന് നമ്മൾ ഇഡ്ഡലിയൊക്കെ നല്ലതായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇഡ്ഡലി മാവ് പുറത്തുനിന്ന് മേടിക്കാം കേട്ടോ. ഒരു ദിനാറ് കൊടുത്താൽ ഒരു 5 കിലോത്തിൻ്റെ മാവ് കിട്ടും. അപ്പോൾ അതിട്ട് ഇഡ്ഡലി, ദോശ അങ്ങനെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. വെള്ളപ്പം ഉണ്ടാക്കി അത്ര തന്നെ പോരാ. ഇഡ്ഡലിക്കും ദോശക്കും മസാല ദോശക്കൊക്കെ അടിപൊളിയാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളിയിൽ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് എരിയില്ലാത്ത കാശ്മീർ ചില്ലിയാണ്, അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അധികം എരി വേണ്ട ആവശ്യമില്ല. തക്കാളി ചട്ടണിയാണല്ലോ. പിന്നെ നമ്മളെ തക്കാളിയൊക്കെ നന്നായി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാൻ വെക്കാം. കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സർ ജാറിലേക്ക് ഒന്ന് അടിച്ച് വരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ മാവ്. 5 കിലോത്തിൻ്റെ മാവാണ് കേട്ടോ. ഇതേറ്റാകുമ്പോൾ നമ്മൾ ഇട്ടുണ്ടാക്കിയത് അടിപൊളി മാവാണ് കേട്ടോ. അധികം പുളിയില്ല, എന്നാൽ തീരെ പുളിയില്ലായില്ല. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ നോക്കി മക്കളെ, നല്ല സോഫ്റ്റുള്ള ഇഡ്ഡലി കേട്ടോ. അപ്പം നമ്മൾ തക്കാളി ചട്നി ഇവിടെ ഞാൻ ആ ചൂടാറിൻ്റെ ശേഷം അരച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി തക്കാളി ചട്നി. നമുക്കിതിലേക്ക് ഒരു വറവ് ഒഴിച്ച് വെക്കണം കേട്ടോ.
കടുകും കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് ഇനി ഇതിലേക്കൊരു വറവുണ്ടാക്കണം. ഒരു അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ മക്കളെ, നമുക്ക് ഇന്നലെ അല്ലേ ഒരു നാട്ടിൽ ഈ അറബി കൊടുന്നത് കേട്ടോ. കുറച്ച് പാത്രങ്ങൾ, നല്ല നല്ല പാത്രങ്ങൾ കേട്ടോ. ഞങ്ങൾ വരുമ്പോണ്ട് ഇത് പിന്നെ ഒരു ഹംസക്കാടെ ഫ്രണ്ട് അറബി കേട്ടോ, അവർ കൊടുത്തു വെച്ചിട്ട് ഇതൊക്കെ അടപ്പുള്ള അവർക്ക് നോലുമ്പൊക്കെ ആയാൽ അവർ പഴയ പാത്രങ്ങളൊക്കെ ഒഴിവാക്കും കേട്ടോ. പുതിയ പുതിയ പാത്രം പിന്നെ അവർ യൂസ് ചെയ്യുക. കൊല്ലം അവരവരെ കറക്റ്റ് അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കും. പിന്നെ അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കിട്ടിയിട്ട് ഇതൊക്കെ അവർ ഒഴിവാക്കണം. നല്ല നല്ല പാത്രങ്ങൾ അവർ ഒഴിവാക്കി നമുക്ക് ഈ പാവങ്ങളല്ലേ നമുക്ക് ഉപയോഗിക്കാമല്ലോ. നല്ല നല്ല ഒരു മാച്ചും തട്ടാത്ത പാത്രങ്ങളാട്ടോ ഒരുപാടുണ്ട്. പിന്നെ കാസറോളും അതേപോലെ എല്ലാ സാധനങ്ങളുണ്ടോ. ഇതൊക്കെ കിട്ടിയത് അങ്ങനത്തെ പാത്രങ്ങൾ, കൊട്ട വേറെയുണ്ട് കവറിൽ ഒരൊറ്റ കവർ സാധനം ഉണ്ടോ. ഒരു കവർ സാധനം ഇതാ കാസറോൾ കേട്ടോ. അങ്ങനത്തെ കൊട്ട, മീൻ ഇറച്ചിയൊക്കെ വാരിയൊക്കെയുള്ള കൊട്ടയൊക്കെ നല്ല നല്ല പാത്രങ്ങൾ കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ നമുക്കത് കിട്ടിയത് വളരെ സന്തോഷമായി കേട്ടോ. നമ്മളൊരാളെ ഒരു ചെറിയൊരു സമ്മാനം തരി വെച്ചാലും അത് പഴയതായിക്കോട്ടെ പുതിയതായിക്കോട്ടെ നമുക്ക് വലിയൊരു അനുഗ്രഹമാണല്ലോ അതൊക്കെ. പിന്നെ അപ്പോൾ അതങ്ങനെയൊക്കെ കിട്ടിട്ടോ. ഇവിടെ എങ്ങനെയുള്ളതൊക്കെ നമുക്ക് എല്ലാ സാധനവും നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ എന്താ കവറിൽ കേട്ടോ. കവറിൽ ഒരുപാട് പാത്രങ്ങളും അതിൻ്റെ ഇതേപോലത്തെ കാസറോൾ വേറെയുണ്ട്. പിന്നെ നല്ല മൂടികളും അടിപൊളി പാത്രങ്ങളാണ് കിട്ടിട്ടോ. അൽഹംദുലില്ലാ. അപ്പോൾ ഞങ്ങളങ്ങനെ ഇതൊക്കെ വീട്ടിലേക്ക് കഴിഞ്ഞിട്ട് പുറത്ത് പോയത് കേട്ടോ. പുറത്ത് പോയപ്പോൾ ഞങ്ങൾക്ക് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പള്ളിയിൽ കയറിയിട്ട് ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ വണ്ടിയിലാണ്. ഞങ്ങളവിടെ ഇറങ്ങി. അപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇവിടെ കണ്ടോളി കേട്ടോ. ബഹ്റൈനിലത്തെ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളെ റൂമിൻ്റെ അവിടുന്ന് ഞങ്ങൾ മനാമ പറയാ റോഡിനുള്ള സ്ഥലങ്ങളാണിത് കേട്ടോ. അപ്പോൾ ഞങ്ങളെ കൊച്ച് ബഹ്റൈനത്തെ കുറച്ച് സ്ഥലങ്ങളാണിത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇതൊക്കെ ഒന്ന് കണ്ടോളി നിങ്ങൾ. വെള്ളമാണ് കാണുന്നത് കേട്ടോ. വെള്ളം കാണാണ്ടോ നിങ്ങൾക്ക്? കടൽ. ഇവിടുത്തെ കടലിൽ തിര ഉണ്ടാവില്ലല്ലോ മക്കളെ. വലിയ വലിയ ബിൽഡിങ് നോക്കി നോക്കി. ഇതിന് 10 നിലയൊക്കെ ഉണ്ടാവുക കാണുന്ന ബിൽഡിങ്ങിന് കണ്ട. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാച്ചാൽ ഒന്ന് സബ്ബ് കൊടുക്കണം കേട്ടോ. ഒന്ന് സബ്ബ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഞാൻ കണ്ടാവുകയും 12 പിന്നെ ഇതുണ്ട് കേട്ടോ നില. ഈ കാണുന്ന ബിൽഡിങ്ങിന് 12 നില ഉണ്ട്. അതിന്
ഇത് ആ കാണുന്നൊരു ഇതില്ലേ ബിൽഡിങ്, അതില്ലേ ഇവിടുത്തെ ഈ നമുക്ക് നെറ്റൊക്കെ തരൂല, അങ്ങനെ അതിൻ്റെ ഒരു ഓഫീസ് അത്രേ ആ കാണുന്ന നെറ്റ് കേട്ടോ. അയാളുടെ ബിൽഡിങ്, ആ കാണുന്ന ബിൽഡിങ് ഇവിടുത്തെ നെറ്റ് ബെൽറ്റൽകോഡോ കമ്പനി എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കണ്ടോയെന്ന് അറിയില്ല, കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടോളൂ നിങ്ങൾ കേട്ടോ. ഇതാണ് ബഹ്റൈനിലത്തെ കൊച്ചു കൊച്ചു സ്ഥലങ്ങൾ. ഇരുട്ടാവാൻ അപ്പം ഞങ്ങളങ്ങനെ പുറത്ത് പോയി ഒരു ചെറിയൊരു ടിക്കൊക്കെ വാങ്ങി ഞങ്ങൾ കഴിക്കാം കേട്ടോ.